കോൺഗ്രസ് അല്ലാണ്ട് എവിടെ ആരാണ് ഇവിടെ മത്സരം കാഴ്ചവെക്കുന്നത്? CPM ആണോ? ഞാൻ മറ്റു ഘടകകക്ഷികളെ കുറിച്ചല്ല പറയുന്നത്, CPM ആണോ? തൃശ്ശൂർ ഉൾപ്പെടെ BJPക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് രഹസ്യ ധാരണ ഉണ്ടാക്കിയ EP ജയരാജന്റെ പാർട്ടിയാണോ BJP പോരാടുന്നത്? അതൊക്കെ വെറുതെ അനിൽകുമാർ ഇവിടെ നിന്ന് പറയണതല്ലേ. പിന്നെ സംഘടനാ കോൺഗ്രസിന്റെ സമയത്ത് ഈ വിഷയത്തിൽ ഇല്ലാത്ത കാര്യം അസംബന്ധം പറഞ്ഞുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ചർച്ചയെ സംബന്ധിച്ചാണ് അനിൽകുമാർ ഞാൻ പറഞ്ഞത്. ആക്കുളത്തെ ഫ്ലാറ്റിൽ നടന്ന ചർച്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആക്കുളത്തെ ഫ്ലാറ്റിൽ ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ EP ജയരാജനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ബെഞ്ചിൽ നിർത്താൻ പോലും നട്ടമില്ലാത്ത CPM മിണ്ടണ്ട. ആ EP ജയരാജൻ അവിടെ ഉണ്ടാക്കിയ ജാവ്ദേക്കറുമായി ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ച് ഒന്ന് ചോദ്യം ചെയ്ത് മുട്ടയിൽ നിർത്താൻ പോലും ആർജവമില്ലാത്ത പിണറായി വിജയന്റെ പാർട്ടി അധികം BJP വിരുദ്ധത സംസാരിക്കണ്ട. അഭിലാഷേ K സുധാകരൻ സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പിണറായി വിജയനായിരുന്നു. അന്ന് K സുധാകരൻ കോൺഗ്രസ് അല്ലായിരുന്നു, പിണറായി വിജയൻ CPM തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ RSSന്റെ ശാഖയുടെ പ്രശ്നം പറഞ്ഞാൽ അതിനെ കൂടെ നിന്ന പിണറായിയുടെ അണി അനിൽകുമാറാണെന്ന് മാത്രം ഓർത്താൽ മതി. നിങ്ങളുടെ കങ്കാണികൾ, ഇന്ത്യ മുന്നണിയിലെ കങ്കാണി കങ്കാണി എന്ന് പറഞ്ഞ കേരളത്തിലെ പിണറായി ഈ ഇല്ലെങ്കിൽ NDAയുടെ ഘടകകക്ഷിയായി കൊണ്ടുപോകുന്ന പാർട്ടി പിണറായിയാണ്. ചുമ്മാ ഇങ്ങോട്ട് വരണ്ട. BJP എതിർക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. കേരളം മാത്രമല്ലല്ലോ, അപ്പുറത്ത് കോയമ്പത്തൂർ പോലും പറഞ്ഞില്ലേ, ആ DMK പറഞ്ഞില്ലേ, അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ, പോയി ഡിണ്ടിഗൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. എന്താ കാരണം? BJP എതിർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അത് കോൺഗ്രസ് മാത്രമല്ല, DMKക്കും അറിയാം. അതുകൊണ്ട് പറഞ്ഞു കോയമ്പത്തൂർ നിങ്ങൾ മത്സരിക്കണ്ട, നിങ്ങൾ പോയി ഡിണ്ടിഗലിൽ പോയി മത്സരിച്ചോ. കാരണം BJPക്ക് ഒരു സീറ്റ് കൊടുക്കാൻ തമിഴ്നാട് തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇവിടെ നിന്ന് പോയി ഡിണ്ടിഗൽ പോയി മത്സരിക്കാൻ അവിടെ നാട്ടി ഓടിച്ചത് കൂടിയാണ്. അതുകൊണ്ട് അനിൽകുമാറെ CPMന്റെ BJP ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. യെച്ചൂരിയിൽ ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. സംസാരിക്കുന്ന സമയം ഞാൻ അനിൽകുമാർ സംസാരിച്ചപ്പോൾ കേൾക്കാനും മറുപടി കാണിക്കണം. ശരി, ഓക്കെ. ചെയ്യേണ്ടി വരുമല്ലോ. സംസാരിക്കാതിരിക്കാനുള്ള മാന്യത അനിൽകുമാർ കാണിക്കുക. ശരി, ഓക്കെ. അനിൽകുമാർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ സമയം പോലെ അവസാന നിമിഷം തരാം, അവസാന സമയത്ത് തരാം. ഇത് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. സമയം നോക്കൂ. അനിൽകുമാർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ BJPക്കെതിരെ പോരാടുന്നു, പിണറായി വിജയൻ എനിക്കെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ചർച്ചയിൽ ഞാൻ BJPക്കെതിരെ സംസാരിക്കുന്നു, CPM കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നു. ഇതാണ് ഇവരുടെ ശൈലി, ഇവരുടെ BJP വിരുദ്ധത ഇതാണ്. മനസ്സിലായി? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJPക്ക് സീറ്റ് നൽകാൻ തയ്യാറായി നിൽക്കുന്ന പിണറായിസ്റ്റുകൾ, അതാണ് കേരളത്തിലെ CPM. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ആ CPMനൊന്നും കൂട്ടിക്കൊണ്ടല്ല, കേരളത്തിലെ ഇതിനെ കൂട്ടിക്കൊണ്ടല്ല. പിന്നെ മറ്റു പല സ്ഥലങ്ങളിൽ അഭിലാഷ് ഈ പറഞ്ഞ പോലെ വൈരുദ്ധ്യങ്ങളുള്ള പാർട്ടികൾ ഒരുമിച്ച് വന്നതാണ് ഒരു കോമൺ കോസിന്. അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഞങ്ങളിത് മുഴുവൻ ഒറ്റ ശരീരമാണെന്നും പറഞ്ഞൊന്നല്ലല്ലോ ഇറങ്ങിയത്. പക്ഷെ നരേന്ദ്രമോദിയെയും RSSനെയും ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ള കോമൺ ലക്ഷ്യത്തോടെ ഇറങ്ങിയാണ്. അവിടെ ചെറിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നേ, ആ വൈരുദ്ധ്യങ്ങളൊക്കെ പരിഹരിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കോൺഗ്രസിന് അറിയാം, ഇന്ത്യ മുന്നണിക്കറിയാം. ഇന്ത്യ മുന്നണി അത് ശക്തമായ നിലയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി ഡൽഹിയിൽ മുഴുവൻ സീറ്റുകളും വിജയിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.